ഇനി നമുക്ക് നോക്കാനുള്ളൊരു വൃത്തം എന്ന് പറയുന്നത് ശാർദൂല വിക്രീഡിതം എന്ന് പറയുന്ന വൃത്തമാണ്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. നമുക്ക് നിലവിൽ 10 വൃത്തങ്ങളിൽ 8 വൃത്തങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇത് ഓരോന്നിൻ്റെയും വൃത്തത്തിൻ്റെ ലക്ഷണവും അതുപോലെ തന്നെ എത്ര അക്ഷരങ്ങളുണ്ട്, ഗണങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഉദാഹരണം ബൈഹേർട്ട് ചെയ്യേണ്ട, പക്ഷെ നമുക്ക് മനസ്സിലാവണം. ഇത് ഉദാഹരണം തന്നു കഴിഞ്ഞാൽ ഇതാണ് വൃത്തം എന്ന് മനസ്സിലാക്കാൻ കഴിയണം. പിന്നെ ലഘു ഗുരു, ഗണങ്ങൾ വരുന്നത് എങ്ങനെയാണെന്നും ലഘു ഗുരു മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നും അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് നോക്കാനുള്ള ശാർദൂല വിക്രീഡിതം വൃത്തത്തിൻ്റെ ലക്ഷണം പറയുകയാണ്. ഇതിൽ എങ്ങനെയാണ് ഗണങ്ങൾ വരുന്നത്? ലക്ഷണം നോക്ക്. സൂര്യാശ്വൈർ മസജാസ്തദാ സ ഗുരവഃ ശാർദൂല വിക്രീഡിതം. മസജാസ്തദാ സ ഗുരവഃ. മസജാസ്തദ മഗണ സഗണ ജഗണ സഗണ തഗണ തഗണ പിന്നൊരു ഗുരു. അങ്ങനെ 19 അക്ഷരത്തോടു കൂടിയ വൃത്തത്തെയാണ് ശാർദൂല വിക്രീഡിതം എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിപാദം 19 അക്ഷരങ്ങളോട് കൂടി മസജാസ്തദാ സഗുരവഃ എന്ന മഗണ സഗണ ജഗണ സഗണ 2 തഗണങ്ങൾ പിന്നൊരു ഗുരു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശാർദൂല വിക്രീഡിതം എന്ന് പറയുന്ന വൃത്തമാണ്. ഓക്കെ ആണോ? ഓക്കെ. പിന്നെ നമുക്ക് അതായത് ലക്ഷണം എന്താണ്? സൂര്യാശ്വൈർ മസജാസ്തദാ സ ഗുരവഃ ശാർദൂല വിക്രീഡിതം എന്നാണ്. സൂര്യാശ്വൈർ യതി വരുന്നത് എവിടേക്കാണ്? സൂര്യ എന്ന് പറയുമ്പോൾ 12ാമത്തെ അക്ഷരത്തിലും അശ്വ എന്ന് പറയുമ്പോൾ 7ാമത്തെ അക്ഷരത്തിലും. അതായത് ആദ്യം, അതായത് ആ 19 അക്ഷരത്തിൽ ആദ്യത്തെ 12ാമത്തെ അക്ഷരമാകുമ്പോൾ ഒരു യതി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള 7ാമത്തെ അക്ഷരം, അതായത് മൊത്തത്തിൽ നോക്കുമ്പോൾ 19ാമത്തെ അക്ഷരത്തിലും ഒരു യതി വരുന്നുണ്ട്. അങ്ങനെ ഈ 2 യതികളായിരിക്കും ശാർദൂല വിക്രീഡിതത്തിൽ വരുന്നത്. അപ്പോൾ ശാർദൂല വിക്രീഡിതം എന്ന് പറയുന്ന വൃത്തത്തിൽ 19 അക്ഷരങ്ങളാണുള്ളത്. ഗണങ്ങൾ എങ്ങനെയാണ്? മഗണ സഗണ ജഗണ സഗണ തഗണ തഗണ ഗുരു. എന്താണ്? മഗണ സഗണ ജഗണ വീണ്ടും സഗണ 2 തഗണങ്ങൾ ഒരു ഗുരു. ഇങ്ങനെ വരുമ്പോഴാണ് ശാർദൂല വിക്രീഡിതം എന്ന് പറയുന്ന വൃത്തമാവുന്നത്. എത്ര അക്ഷരങ്ങളാണ്? 19 അക്ഷരങ്ങളാണ് വരുന്നത്. പിന്നെ എന്താ പറഞ്ഞ യതി വരുന്നത് എവിടേക്കാണ്? ആദ്യത്തെ 12 അക്ഷരങ്ങൾ കഴിയുമ്പോൾ ഒരു യതി വരുന്നുണ്ട്. ഇവിടെ നോക്ക്, ഈ ഒരു ശ്ലോക ഉദാഹരണം ഉണ്ട് ഇവിടെ. ആവാസോ വിപിനായതേ പ്രിയസഖി. എത്ര അക്ഷരമായി? 2 4 6 8 10 12. അവിടെ ഒരു യതി ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള 7ാമത്തെ അക്ഷരം, അതായത് 19 ലാസ്റ്റ് അക്ഷരം. 1 2 3 4 5 6 7 19ാമത്തെ അക്ഷരം, അതായത് 12 കഴിഞ്ഞ് പിന്നെ 7ാമത്തെ അക്ഷരത്തിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ലാസ്റ്റും യതി വരുന്നുണ്ട്. അങ്ങനെ 12ലും 7ലുമാണ് യതി ശാർദൂല വിക്രീഡിതത്തിൽ വരുന്നത്. 12 7. സൂര്യാശ്വൻ 12, സൂര്യനും അശ്വൻ 7മാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗണങ്ങൾ എങ്ങനെയായിരുന്നു വരുന്നത്? മഗണ സഗണ ജഗണ സഗണ 2 തഗണങ്ങൾ ഗുരു. ഓക്കെ അല്ലേ? ഒന്ന് ഉദാഹരണം നോക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഇവിടെ നോക്കൂ, ഉദാഹരണത്തിൽ ആവാസോ വിപിനായതേ പ്രിയസഖി മാലാഭിജാലായതേ. ആവാസോ എന്ന് പറയുന്നത് ഒരു ഗണം, വിപിന ഒരു ഗണം, യതേ പ്രി അവിടം വരെ ഒരു ഗണം, യസഖി ഒരു ഗണം, മാലാഭി ഒരു ഗണം, ജാലായ ഒരു ഗണം, തേ ഒരക്ഷരമായിട്ട് നിൽക്കുന്നു അല്ലേ? ആ എന്നുള്ള അക്ഷരം ദീർഘാക്ഷരമാണ്. അതുകൊണ്ട് അതെന്തായിരിക്കും? ഗുരു ആയിരിക്കും. വാ എന്ന് പറയുമ്പോഴും അതും ദീർഘാക്ഷരമായതുകൊണ്ട് അത് ഗുരു ആയിരിക്കും. സോ എന്ന് പറയുമ്പോൾ അതും ദീർഘാക്ഷരമായതുകൊണ്ട് അത് ഗുരു ആയിരിക്കും അല്ലേ? ആവാസോ 3 ഗുരു ആവുന്നത്. പിന്നെയോ വി എന്ന് പറയുമ്പോൾ അത് ഹ്രസ്വാക്ഷരം ആയതുകൊണ്ട് അത് എന്തായിരിക്കും? ലഘു ആയിരിക്കും. പി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ഹ്രസ്വ ആയതുകൊണ്ട് അത് ലഘു ആയിരിക്കും. നാ എന്ന് പറയുമ്പോൾ അത് ദീർഘാക്ഷരം ആയതുകൊണ്ട് അത് ഗുരു ആയിരിക്കും. യകാരം അവിടെ വന്നേക്കുന്നത് ഹ്രസ്വാക്ഷരമാണ്, അതുകൊണ്ട് അത് ലഘു ആയിരിക്കും. തേ എന്ന് പറയുമ്പോൾ അത് ദീർഘാക്ഷരമായതുകൊണ്ട് അത് ഗുരു ആയിരിക്കും.
അത് കഴിഞ്ഞിട്ടോ പ്രി എന്ന് പറയുമ്പോൾ അത് ഹ്രസ്വാക്ഷരം ആയതുകൊണ്ട് അത് ലഘു ആയിരിക്കും. പിന്നെയോ യ അത് ഹ്രസ്വ ആയതുകൊണ്ട് അത് ലഘുവാണ്. സ ഹ്രസ്വ ആയതുകൊണ്ട് ലഘുവാണ്. ഠീ ദീർഘാക്ഷരമായതുകൊണ്ട് അത് ഗുരുവാണ്. പിന്നെയോ മാ എന്ന് പറയുമ്പോൾ ദീർഘാക്ഷരമായതുകൊണ്ട് അത് ഗുരുവാണ്. ല എന്ന് പറയുമ്പോൾ അതും ദീർഘാക്ഷരം ആയതുകൊണ്ട് ഗുരുവാണ്. പി അത് ഹ്രസ്വ ആയതുകൊണ്ട് അത് ലഘുവാണ്. പിന്നെയോ ജ എന്ന് പറയുമ്പോൾ ദീർഘാക്ഷരമായതുകൊണ്ട് ഗുരുവാണ്. ല എന്ന് പറയുമ്പോഴും ദീർഘാക്ഷരമായതുകൊണ്ട് ഗുരുവാണ്. യ എന്ന് പറയുമ്പോൾ അത് ഹ്രസ്വ ആയതുകൊണ്ട് അത് ലഘുവാണ്. പിന്നെയോ തേ എന്ന് പറയുമ്പോൾ പാദാന്തമാണ്, അല്ലെങ്കിൽ തന്നെ അത് ദീർഘാക്ഷരമാണ്, അതുകൊണ്ട് അത് ഗുരുവാണ്. ഓക്കെ, എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത്? ആദ്യത്തെ നോക്ക്, ഗുരു ഗുരു ഗുരു. സർവഗുരു എന്ന് പറയുന്നത് ഏത് ഗണാണ്? മഗണം. അടുത്തതോ ലഘു ലഘു ഗുരു. അവിടെ അവസാനം അന്ത്യത്തിൽ ഗുരു വന്നു. അന്ത്യത്തിൽ ഗുരു വന്നു കഴിഞ്ഞാൽ ഭജസ സഗണം. പിന്നെയോ ലഘു ഗുരു ലഘു. മധ്യത്തിൽ ഗുരു. അപ്പോൾ ഏത് ഗണാണ്? ജഗണം. ഭജസ വരുമ്പോൾ ജഗണം. പിന്നെയോ ലഘു 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 ഗുരു. അപ്പോൾ അന്ത്യത്തിൽ ഗുരു വന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ ഗണം തന്നെ സഗണം. പിന്നെയോ ഗുരു ഗുരു ലഘു. അവസാനം അതായത് അന്ത്യത്തിൽ ലഘു വന്നു. അന്ത്യലഘു എന്ന് പറയുന്നത് തഗണം. യരത തഗണം. ഇവിടെയോ ഗുരു ഗുരു ലഘു. അവിടെയും അന്ത്യലഘു വന്നു, അതും തഗണം. പിന്നെയോ ഒരു ഗുരു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? ശാർദൂല വിക്രീഡിതം എന്ന് പറയുന്ന വൃത്തമായിരിക്കും. നോക്ക്, മഗണ സഗണ ജഗണ സഗണ തഗണ തഗണ ഗുരു. മസജാസ്തദാ സ ഗുരവഹ, ഒരു ഗുരുവും കൂടി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശാർദൂല വിക്രീഡിതം എന്ന് പറയുന്ന വൃത്തമാണ്. പിന്നെ ഇവിടെ എങ്ങനെയാണ് യതി വന്നത്? 12ാമത്തെ അക്ഷരം. 2, 4, 6, 8, 10, 12. 12ാമത്തെ അക്ഷരത്തിൽ ഒരു യതി വരുന്നുണ്ട്. പിന്നെയോ 7ാമത്തെ മാലാപി 3, 4, 5, 6, 7. ജാലായതേ വരുമ്പോൾ അവിടെയും യതി വരും. ഇങ്ങനെയാണ് ശാർദൂല വിക്രീഡിതം എന്ന് പറയുന്ന വൃത്തത്തിൻ്റെ ലക്ഷണവും ഉദാഹരണവും പറയുന്നത്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഒരു വൃത്തം കൂടി പഠിക്കാനുണ്ട്. ഏതാണ്? പുഷ്പിതാഗ്ര എന്ന് പറയുന്ന ഒരു വൃത്തം കൂടിയുണ്ട്. പുഷ്പിതാഗ്ര വൃത്തത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് സമവൃത്താണോ? അല്ല, അത് അർദ്ധസമവൃത്തത്തിൽ ഒന്നാണ്. എന്ത്? പുഷ്പിതാഗ്ര എന്ന് പറയുന്നത്. മനസ്സിലായോ? പുഷ്പിതാഗ്ര എന്ന് പറയുന്നത് അർദ്ധസമവൃത്താണ്. അതായത് 1ഉം 3ഉം വരികളിൽ ഒരുപോലെ ആയിരിക്കും, 2ഉം 4ഉം വരികളിൽ ഒരുപോലെ ആയിരിക്കും. നമ്മൾ ഉപജാതി പറഞ്ഞില്ലേ, അവിടെ എന്താണ്? ഒരേ വർണ്ണങ്ങളുള്ള വൃത്തമായിരുന്നു. അതായത് ഒരേ നമ്പർ ആയിരുന്നു എല്ലാ വരികളിലും വന്നുകൊണ്ടിരുന്നത് അല്ലേ? 11 അക്ഷരമുള്ള വൃത്തമായിരിക്കും, പക്ഷേ 2 വൃത്തങ്ങളായിരിക്കും. ഇപ്പം 11 അക്ഷരമുള്ള ഉപേന്ദ്രവജ്രവും ഇന്ദ്രവജ്രവും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഉപജാതി എന്ന് പറയുന്നത്. അർദ്ധസമവൃത്തം എന്ന് പറയുന്നത് ഒരേ നമ്പർ എന്നല്ല അവിടെ പറയുന്നത്. 1ഉം 3ഉം പാദങ്ങൾ ഒരുപോലെ ആയിരിക്കും, 2ഉം 4ഉം പാദങ്ങൾ ഒരുപോലെ ആയിരിക്കും. അങ്ങനെയുള്ളതാണ് പുഷ്പിതാഗ്ര എന്ന് പറയുന്നത്. അർദ്ധസമവൃത്തായിരിക്കും. അതായത് 2 വരി ഒരുപോലെ ആയിരിക്കും, സമമായിരിക്കും, 2 വരി സമമായിരിക്കും. എങ്ങനെയാണ് ഗണങ്ങൾ വരുന്നത്? അത് അക്ഷരങ്ങൾ, അതായത് വർണ്ണസംഖ്യ സെയിം ആയിരിക്കില്ല ഈ 4 വരികളിലും. 1ഉം 3ലും വർണ്ണസംഖ്യ ഒന്നായിരിക്കും, 2ലും 4ലും വർണ്ണസംഖ്യ ഒന്നായിരിക്കും. അതാണ് പുഷ്പിതാഗ്ര. ലക്ഷണം നോക്കാം. അയുജി നയുഗ രേഭദോ യകാരോ യുജിച നജൗ ജരകാശ പുഷ്പിതാഗ്ര. എന്താണ് പറയുന്നത് അവിടെ? അയുജി നയുഗ രേഭദോ യകാരോ. എന്താണ്? 2 നഗണങ്ങളും ഒരു യഗണവും വരുമ്പോൾ എന്തായിരിക്കും അവിടെ? 2 നഗണങ്ങളും ഒരു രഗണവും പിന്നെ ഒരു യഗണവും വരുമ്പോൾ, അതായത് പുഷ്പിതാഗ്രയിലെ 1ഉം 3ഉം വരികളിൽ നഗണ നഗണ രഗണ യഗണ. നയുഗ 2 നഗണങ്ങൾ, രേഭദോ ഒരു രഗണം, പിന്നെയോ യകാരോ ഒരു യകാരം. അങ്ങനെയാണ് 1ലും 3ലും ഉണ്ടാവുക. 2ലും 4ലും എങ്ങനെയായിരിക്കും? നജൗ യുജിച്ച നജൗ ജരകാശ പുഷ്പിതാഗ്ര. നഗണ ജഗണ പിന്നെയോ ജഗണ പിന്നൊരു രഗണം പിന്നൊരു ഗുരു. അങ്ങനെ വരുവാണെങ്കിൽ പുഷ്പിതാഗ്ര എന്ന് പറയുന്ന വൃത്തമായിരിക്കും. ഒന്നുകൂടി പറയാം. അതായത് പുഷ്പിതാഗ്ര വൃത്തത്തിൽ 1ഉം 3ഉം വരികളിൽ
എത്ര അക്ഷരങ്ങൾ ഉണ്ടാവും? 12 അക്ഷരങ്ങളും 2ഉം 4ഉം വരികളിൽ 13 അക്ഷരങ്ങളുമായിരിക്കും ഉണ്ടാവുക. പുഷ്പിതാഗ്ര വൃത്തത്തിൻ്റെ ഒന്നാമത്തെയും മൂന്നാമത്തെയും പാദത്തിൽ എത്ര വർണ്ണങ്ങളാണ്? 12 വർണ്ണങ്ങളും 2ഉം 4ഉം പാദങ്ങളിൽ 13 വർണ്ണങ്ങളുമായിരിക്കും ഉണ്ടാവുക. ഇനി 1ഉം 3ഉം പാദങ്ങളിലെ ഗണങ്ങൾ എങ്ങനെയായിരിക്കും? നയുഗം 2 നഗണങ്ങൾ, രേഭതോ ഒരു രഗണം, പിന്നെ യകാരോ ഒരു യഗണം, ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. എങ്ങനെയാണ്? 2 നഗണങ്ങൾ, അതുപോലെ ഒരു രഗണം, പിന്നൊരു യഗണം, അങ്ങനെ 12 അക്ഷരങ്ങളായിരിക്കും 1ഉം 3ഉം വരികൾ. ഇനി 2ഉം 4ഉം വരികളിലോ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? നജൗ ജരകാശ പുഷ്പിതാഗ്രാന, നഗണ, ജഗണ, വീണ്ടും ഒരു ജഗണം, പിന്നൊരു രഗണം, പിന്നൊരു ഗുരു, ഇങ്ങനെ 13 അക്ഷരങ്ങളായിരിക്കും 2ഉം 4ഉം വരികളിൽ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുഷ്പിതാഗ്ര എന്ന് പറയുന്ന വൃത്താണ്. എന്താണ്? 1ഉം 3ഉം പാദങ്ങളിൽ നഗണ, നഗണ, രഗണ, യഗണ, ഇങ്ങനെ 12 അക്ഷരങ്ങളും 2ഉം 4ഉം പാദങ്ങളിൽ നഗണ, ജഗണ, ജഗണ, രഗണ, പിന്നൊരു ഗുരു, ഇങ്ങനെ 13 അക്ഷരങ്ങളും വന്നു കഴിഞ്ഞാൽ പുഷ്പിതാഗ്ര എന്ന് പറയുന്ന അർദ്ധസമവൃത്താണ്. നമ്മൾ പഠിച്ചതിൽ ആകെ, അതായത് നമുക്ക് സിലബസിൽ ആകെ ഒറ്റ അർദ്ധസമവൃത്തേ ഉള്ളൂ, അത് പുഷ്പിതാഗ്രയാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉദാഹരണം നോക്കുക. അതുകൂടി പറയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവുന്നുണ്ടാവും. നരപതി നിധനം ഭവത് പ്രവാസം ഭരത വിഷാദ മനായതാം കുലസ്യ. ന ര പ അത് ഒരു ഗണം, തി നി ധ അതൊരു ഗണം, നം ഭാവ ഒരു ഗണം, പ്രവാസം ഒരു ഗണം, പിന്നെയോ ഭരത വേറൊരു ഗണം, വിഷാദ ഒരു ഗണം, മനായ ഒരു ഗണം, താങ്കുല ഒരു ഗണം, സ്യ ഒരക്ഷരം, അല്ലേ? നഗാരം അത് ഹ്രസ്വാക്ഷരമാണ്, അതുകൊണ്ടത് ലഘുവായിരിക്കും. രകാരം ഹ്രസ്വാക്ഷരമാണ്, ലഘുവായിരിക്കും. പ എങ്ങനെയായിരിക്കും? ദീർഘാക്ഷരമാണോ? അല്ല, ഹ്രസ്വാക്ഷരമാണ്, അതും ലഘുവായിരിക്കും. അപ്പോൾ സർവലഘു എന്ന് പറയുന്നത് ഏത് ഗണമാണ്? നഗണം. പിന്നെയോ തി എന്ന് പറയുമ്പോൾ അതും ലഘുവാണ്, ഹ്രസ്വാക്ഷരമായതുകൊണ്ട് ലഘുവാണ്. പിന്നെയോ നി എന്ന് പറയുമ്പോൾ അതും ഹ്രസ്വാക്ഷരമായതുകൊണ്ട് ലഘുവാണ്. ധ അതും ഹ്രസ്വമായതുകൊണ്ട് ലഘുവാണ്, അതും സർവലഘുവാണ്, നഗണം. നം എന്ന് പറയുമ്പോൾ അവിടെ അനുസ്വാരം വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് ഗുരുവാണ്. ഭ അത് ഹ്രസ്വാക്ഷരമായതുകൊണ്ട് അത് ലഘുവാണ്. വ ഹ്രസ്വാക്ഷരമാണ്, പക്ഷെ തൊട്ടടുത്തുള്ള അക്ഷരം നോക്ക്, കൂട്ടക്ഷരം ആയതുകൊണ്ട് അത് ഗുരുവാണ്. ഗുരു, ലഘു, ഗുരു. മധ്യത്തിൽ ലഘു വന്നു കഴിഞ്ഞാൽ യരത രഗണം. പിന്നെയോ പ്ര അത് ഹ്രസ്വാക്ഷരമായതുകൊണ്ട് അത് ലഘുവാണ്. വാ എന്ന് പറയുന്നത് ദീർഘാക്ഷരമായതുകൊണ്ട് ഗുരുവാണ്. സം എന്ന് പറയുമ്പോൾ അനുസ്വാരം വന്നിട്ടുണ്ട്, പാദാന്തമാണ്, അത് ഗുരുവാണ്. അപ്പോൾ ആദി ലഘു ഏത് ഗണമാണ്? യരത, യഗണം. ഇനി അപ്പം ആദ്യത്തെ വരിയിൽ കറക്റ്റ് ആയില്ലേ? നഗണ, നയുഗാണ്, 2 നഗണങ്ങൾ, പിന്നെ രേഭതോ യകാരോ, രഗണം, യഗണം, ഇങ്ങനെ 12 അക്ഷരങ്ങളാണ് ഒന്നാമത്തെ പാദത്തിൽ വന്നിരിക്കുന്നത്. ഇനി 2ഉം 4ഉം പാദങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. രണ്ടാമത്തെ പാദത്തിൽ നോക്കും. ഭരത, ഭ ലഘുവാണ്, ര ലഘുവാണ്, ത ലഘുവാണ്. സർവലഘു എന്ന് പറയുന്നത് നഗണം. പിന്നെയോ വി ലഘുവാണ്, അതുപോലെ തന്നെ ഷ എന്ന് പറയുന്ന ദീർഘാക്ഷരമായതുകൊണ്ട് അത് ഗുരുവാണ്. ദ ലഘുവാണ്. അപ്പം അതെന്താണ്? മധ്യത്തിൽ ഗുരു, ലഘു, ഗുരു, ലഘു. ഭജസ ജഗണം. പിന്നെയോ മകാരം അത് ഹ്രസ്വാക്ഷരമാണ്, അതുകൊണ്ട് അത് ലഘുവാണ്. നാ എന്ന് പറയുമ്പോൾ ദീർഘാക്ഷരമാണ്, ഗുരുവാണ്. യ എന്ന് പറയുമ്പോൾ അത് ഹ്രസ്വമാണ്, ഗുരുവാണ്. എന്താണ് അവിടെ? വീണ്ടും മധ്യത്തിൽ ഗുരു വന്നു, ജഗണം. ഇവിടെയോ താം ദീർഘാക്ഷരമാണ്, ഗുരുവാണ്. കു ഹ്രസ്വമാണ്, ലഘുവാണ്. ല ഹ്രസ്വമാണ്, പക്ഷെ അടുത്ത അക്ഷരം കൂട്ടക്ഷരം ആയതുകൊണ്ട് അത് ഗുരു വരും. മധ്യത്തിൽ ലഘു വന്നു കഴിഞ്ഞാൽ ഏത് ഗണമാണ്? രഗണം. പിന്നെ സ്യ പാദാന്തത്തിലുള്ളതായതുകൊണ്ട് ഗുരുവാണ്. അപ്പോൾ നഗണ, ജഗണ, ജഗണ, രഗണ, ഗുരു, ഇങ്ങനെ 13 അക്ഷരങ്ങൾ വന്നു. അപ്പം 2ഉം 4ഉം പാദങ്ങളിൽ എങ്ങനെയാണ് വന്നത്? നഗണ, ജഗണ, അതുപോലെ വീണ്ടും ഒരു ജഗണം, പിന്നൊരു രഗണം, പിന്നൊരു ഗുരു. അങ്ങനെയും 1ഉം 3ഉം പാദങ്ങളിൽ നഗണ, നഗണ,
രഗണ, യഗണ ഇങ്ങനെ 12 അക്ഷരവും വന്നു കഴിഞ്ഞാൽ പുഷ്പിതാഗ്ര എന്ന് പറയുന്ന വൃത്തമാണ്. ഓക്കെ ആയിന്ന് കരുതുന്നു. വൃത്തങ്ങൾ ഇത്രയാണ് നമ്മുടെ സിലബസിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇന്ന് നാളെയായിട്ട് ക്ലിയർ ചെയ്യുക. നാളെ വൈകിട്ട് ഈ ഒരു ഭാഗത്തിൻ്റെ എക്സാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിക്കോളൂ കേട്ടോ.